ലോകം അന്ധകാരപൂർണമായിരുന്നുവെന്നും അപ്പോൾ ശബ്ദം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതോടെ പ്രപഞ്ചം പ്രകാശമാനമായി എന്നും വർണ്ണിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. അത്രയും വലിയ പ്രഭാവമായ ശബ്ദത്തെ ഉപജീവിച്ച് കഴിയുന്നവരാണ് പ്രധാനമായും സംഗീതജ്ഞരും അധ്യാപകരും. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ റെക്കോർഡിസ്റ്റുകളെയും സൗണ്ട് എഞ്ചിനീയർമാരെയും മുതൽ മൈക്ക് ഓപ്പറേറ്റർമാരെ വരെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ നാദോപാസകരായ സംഗീതജ്ഞർക്ക് പിന്നിൽ വരും അധ്യാപകർ. ലോകത്തെ ഏറ്റവും വലിയ ആനന്ദപ്രദമായ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടും മടിക്കാതെ ഞാൻ പറയും അധ്യാപകരുടേത് എന്ന്. മുന്നിൽ നിരന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ തേൻ നുകരാൻ കൊതിയോടിരിക്കുന്ന കൊച്ചു മധുമക്ഷികകളോട് എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥൻ ONV കുറുപ്പ് ഒരു കവിതയിൽ ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൊച്ചു തേനീച്ചയായിരുന്ന ഞാൻ അധ്യാപികയായപ്പോൾ എഴുത്തുകാരെയും അവരുടെ സർഗലോകത്തെയും പഠിപ്പിക്കുകയായിരുന്നോ വീണ്ടും വീണ്ടും പഠിക്കുകയായിരുന്നോ എന്ന് തീർച്ചയില്ല. അതുപോലെ മലയാള ഭാഷയും സാഹിത്യവും പഠിപ്പിക്കാൻ വന്ന അധ്യാപികയ്ക്ക് ജീവിതം പഠിപ്പിച്ചു തന്ന കുട്ടികൾ ഒട്ടേറെ. സ്നേഹത്തിന് ഉപാധികളില്ലാത്തവർ, നിസ്വാർത്ഥമായ സ്നേഹം എന്തെന്ന് കാണിച്ചു തന്നവർ, വർഷാവസാനം ചിലപ്പോഴൊക്കെ പേരുവയ്ക്കാതെ എഴുതിപ്പിക്കാറുള്ള വിലയിരുത്തലുകളിലൂടെ എന്നെക്കുറിച്ച് എനിക്കറിയാതിരുന്ന എത്രയോ കാര്യങ്ങൾ പറഞ്ഞു തന്നവർ, ദശാബ്ദങ്ങൾക്ക് ശേഷവും ഇന്നും സ്നേഹവും സന്തോഷവും ദുഃഖവും പങ്കുവെക്കുന്ന ഒരുപാട് പേർ ആ ശിഷ്യ സമൂഹത്തിലുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്തവർ പോലും ഉണ്ട് ആ കൂട്ടത്തിൽ. അദൃശ്യമായ ഒരു സ്നേഹത്തിൻ്റെ പട്ടുനൂൽ ഞങ്ങളെ കൂട്ടിയിണക്കുന്നു. എന്നെ ഒരു അധ്യാപികയാകുവാൻ നിയോഗിച്ച ആ മഹാശക്തിക്ക് മുന്നിൽ എൻ്റെ ദണ്ഡവത് പ്രണാമം. വെറുതെയാണോ വൈലോപ്പള്ളി ശ്രീധരമേനോൻ പാടിയത് ആർജിത പുണ്യകൾ അധ്യാപികമാർ എന്ന്? യുവതലമുറയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരിൽ ആർക്കെങ്കിലും അധ്യാപകരാകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. സ്വർഗലോകം അവർക്കുള്ളതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ചെയ്യുന്ന ജോലി അർപ്പണബോധത്തോടെ ചെയ്യാൻ തയ്യാറുള്ളവർക്ക്, കുട്ടികളെ സ്നേഹിക്കാൻ കഴിവുള്ളവർക്ക് അധ്യാപക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെ. ഒരു ഗുരുവിനെ പോലും സ്നേഹിക്കാൻ പറ്റാത്തവരോ ഒരു ഗുരുവിനോട് പോലും കടപ്പാടില്ലാത്തവരോ ആയി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ?